ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒത്തിരി നാളായി ഞാൻ പുറത്തൊക്കെ പോയിട്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ റോഡിലാണ്, ഒരുപാട് വണ്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ഓൺ വോയിസ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒത്തിരി നാളായി ഞാൻ പുറത്തോട്ടൊക്കെ പോയിട്ട്. അപ്പം ഞാൻ വെച്ച് പുറത്തൊക്കെ ഇറങ്ങി വെയിലൊക്കെ കൊണ്ട് തലക്കുള്ള ഓളമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് പുറത്തോട്ട് പോയി ഇറങ്ങിയതാണ് ഗൈസ്. ഇന്ന് എനിക്ക് ഓഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്തോട്ടൊക്കെ പോകാമെന്ന് അങ്ങനെ ഇറങ്ങിയതാണ് ഗൈസ്. ഇപ്പോൾ ഒരു 4 മണിയായി കാണും. 4 മണി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ. ഇപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് ദൂരം നടന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നടന്ന് കുറേ നടക്കാറുണ്ട്. ഒരു 1.5 കിലോമീറ്റർ കാണും ഞാൻ ഇവിടുന്ന് പോകുന്നിടത്തോട്ട്. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പെൺപിള്ളേർക്കാണ് ഏത് നാട്ടിൽ പോയാലും അടുത്ത് എവിടെ പാർലറുണ്ടെന്ന് തിരക്കി നടക്കുന്നൊരു ശീലമുണ്ട്. ഞാനൊരു 3 വർഷം മുമ്പേ കണ്ടുപിടിച്ചതാണ് ഈ പാർലർ. ഞാൻ എപ്പോഴും വരാറില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അപ്പോൾ 2 ദിവസം മുമ്പ് അവിടെ നിൽക്കുന്ന ചേച്ചിയാണെങ്കിൽ ഒരു ചെന്നൈയിലുള്ളതാണ്. ചേച്ചിക്ക് മലയാളം അറിയാം, തമിഴും അറിയാം. അപ്പോൾ എനിക്കും ചേച്ചിക്കും സംസാരിക്കാൻ. ചേച്ചി നല്ല ഹെൽപ്പിംഗ് മൈൻഡുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. എനിക്ക് ഈ കുവൈറ്റ് വന്ന സമയത്തൊക്കെ ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന ചേച്ചിയായിരുന്നു. ഞാനിന്ന് വെയർ ചെയ്തിരിക്കുന്നത് യെല്ലോ ടീഷർട്ടും ബ്ലൂ ജീൻസും ആണ്. ഇപ്പോൾ നമ്മൾ പാർലർ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നടന്നു പോയാൽ മതി കേട്ടോ, പാർലർ എത്തി. അപ്പോൾ ഞാനിവിടെ വന്ന് ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചി ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പം ചേച്ചി വരുന്ന സമയം കൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു ഇതിനകത്ത്. ഇത് പക്ഷേ കുവൈറ്റികൾക്ക് മാത്രമെന്ന് വെച്ചാൽ എല്ലാവർക്കും വരാം. പക്ഷേ ഇത് നമ്മുടെ ഈ റെസിഡൻസ് ഏരിയയിൽ തന്നെ ഉള്ളതായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും കുവൈറ്റീസാണ് വരാറ്. നമ്മുടെ നാട്ടിലുള്ളവരാരും അധികം വരാറില്ല. പിന്നെ എൻ്റെ കണക്ക് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ, വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ ഉള്ളൂ. അപ്പോൾ ചേച്ചിയും പറയാറുണ്ട് ഇവിടെ അധികം ആരും നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ആരും വരാറില്ല എന്ന് പറയാറുണ്ട്. ചേച്ചിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ കാണുന്ന പള്ളിയാട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു സൂപ്പർ മാർക്കറ്റും അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. നല്ല വെയിലായിരുന്നു, എനിക്ക് കണ്ണ് തുറന്ന് കാണാൻ വയ്യാത്ത വെയിലായിരുന്നു. പിന്നെ ഞാൻ കഷ്ടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞൊക്കെ കുറച്ച് അബദ്ധമായി പോയി. ഇവിടുന്ന് കുറച്ചുകൂടി നടക്കുമ്പോൾ നമ്മുടെ പാർക്കെത്തും. ഇപ്പം ഞാൻ ഇവിടുത്തെ പാർക്കിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര രസമുള്ള പാർക്കാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പ്, ഏകദേശം ഒരു വർഷം മുമ്പായിരിക്കും ഞാൻ ഇവിടെ വന്നത്. അന്ന് പക്ഷേ എനിക്ക് ഇത്രയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു ഒരു രാത്രി സമയത്തായിരുന്നു. രാത്രി സമയത്ത് അറിയാണ്ട് വന്നു പോയത്. എനിക്ക് പാർക്കിൽ വരണമെന്ന് ആഗ്രഹം തോന്നി വന്നത്. പക്ഷേ അപ്പോൾ ഭയങ്കര ഇരുട്ടായിട്ട് എനിക്ക് പാർക്കിൻ്റെ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മേഡമായിട്ട് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ പാർക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ വരാമെന്ന്. പിന്നെ ഇവിടെ ഒരു അടിപൊളി സ്റ്റാർബക്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി. നല്ല അടിപൊളി ഒരു ഷോപ്പാട്ടോ അവിടെ. പക്ഷേ ആ ഒരു സ്റ്റാർബക്കിൻ്റെ കീ ചെയിൻ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ മറന്നുപോയി, മേടിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരെണ്ണം മേടിക്കായിരുന്നു. പിന്നെ ഇനി വരുമ്പോൾ എനിക്ക് അവിടുന്ന് ആ ഒരു കീ ചെയിൻ മേടിക്കും. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് ഒരു കാരമൽ ലാട്ടെ വാങ്ങി. കാരമൽ ലാട്ടെ ഹോട്ട് വേണോ കോൾഡ് വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഹോട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ടാണ് കുടിച്ചത്. ഓൾറെഡി ത്രോട്ട് ഇൻഫെക്ഷനാണ് എപ്പോഴും, അതുകൊണ്ട് ഞാൻ ഈ ചൂട് കാപ്പി തന്നെ കുടിച്ചു. നല്ല കോഫിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ഓപ്പോസിറ്റ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ്. എനിക്ക് ഈ പാർക്കിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഫുൾ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഗ്രീൻ പാർക്ക് പോലെ അവർ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളും ഒരുപാട് സ്പേസ് ഉണ്ട് അങ്ങോട്ട്. എനിക്കൊന്ന് 2-3 കിലോമീറ്റർ കാണും അങ്ങ് വരെ ഈ ഒരു പാർക്കാണ്. ഞാൻ അത്രയും ദൂരം പോയില്ല, ഞാൻ കുറച്ച് പകുതി വരെ, ഞാൻ ഇവിടം വരെ, ഇതിനപ്പുറത്തോട്ട് ഞാൻ പോയില്ല. പിന്നെ അപ്പുറത്തോട്ട് കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ ബംഗാളികളാണെന്ന് തോന്നുന്നു. ബംഗാളികളും കുറേ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ആമ്പിള്ളേരൊക്കെ ഉണ്ടായിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. ഈ സ്ഥലത്തിന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് പ്ലേസിലൊക്കെ ആണെങ്കിൽ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ട്. പിന്നെ അതിനപ്പുറത്ത് ഒരു ഫോറിൻ ഫാമിലിയും ഇരിപ്പുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഇവിടെ തന്നെ നിന്നു. അപ്പോൾ ഫാമിലിയൊക്കെ ഉള്ള സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ സേഫ് നോക്കി ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ചൂടും ഡസ്റ്റും ഒക്കെ ആയിട്ട് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര അലർജി ആയിരുന്നു, ചൊറിച്ചിലായിരുന്നു. സാധാരണ ഈ പാർക്കിൽ ഭയങ്കര ആൾക്കാരൊക്കെ കണ്ടിട്ടുമല്ല. ഞാനിപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ ഈ ടൈമിൽ ഒരു 5 മണി 5:30 ടൈമൊക്കെ ആയിക്കാണ്. ഈ സമയത്തൊക്കെ ഭയങ്കര ആൾ കാണുകയാണ്. ഇവിടെ ഒരുപാട് പേര് നടക്കാനൊക്കെ വരും, കുവൈറ്റീസൊക്കെ. പക്ഷേ ഇന്ന് ആരുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നൊന്നല്ല, ഈ ഒരു ക്ലൈമറ്റിൽ ഈ സമ്മർ ടൈമിൽ ഇവിടെ അധികം ആൾ കാണത്തില്ല. നമ്മുടെ അവിടെ നിന്ന് ആ ചേട്ടനെ മരം കയറല്ലേ എന്നൊക്കെ പറയുന്നു. മരം കയറ്റല്ലേ എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി മലയാളി തന്നെ. മലയാളികൾ തന്നെ മരം കയറല്ലേ കുട്ടിയോട് പറയുന്നു.
അവിടെ നിന്ന് കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് ആ ഫാമിലി മലയാളികൾ തന്നെ ആണോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി മലയാളികൾ തന്നെയാണെന്ന്. പിന്നെ അവിടെ ഒരു കുവൈറ്റി ഫാമിലി ഉണ്ടായിരുന്നു. അവരെന്നെ കണ്ടപ്പോൾ കുറച്ചുകൂടി അടുത്തൊക്കെ ആ കുട്ടിയൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അവരതിലൊന്നും കയറാതെ അപ്പുറത്ത് നിന്നേ ഊഞ്ഞാലിൻ്റെ സൈഡിൽ അപ്പുറത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നേരം പോയി ഊഞ്ഞാലൊക്കെ ആടി. ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഊഞ്ഞാലാടുന്ന ഓണത്തിനൊക്കെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാനൊക്കെ ഇരിക്കുന്ന ആ ഒരു ഓർമ്മയൊക്കെ വന്ന് എനിക്ക് അവിടെ ഇരുന്നപ്പം കുറേ സമയം ഞാൻ ആ ഊഞ്ഞാലിൽ തന്നെ ഇരുന്ന് പല പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ചു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പണ്ട് നമ്മുടെ കുഞ്ഞിലേക്ക് ഊഞ്ഞാലാടുന്നതും ഒക്കെ. പക്ഷേ മറ്റേ ഫാമിലി ഇപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് ഒരുപാട് അങ്ങേ അറ്റം വരെ ഒരുപാട് ഇതുപോലെ പാർക്കും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാടധികം അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കുറേ നേരം ഇരുന്നു ഊഞ്ഞാലാടി. ഇതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇതാ ഊഞ്ഞാലൊക്കെ ഇരുന്നതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അതോ കാണുന്നുണ്ടോ? പിന്നെയും ഉണ്ട്, ഏകദേശം പിന്നെ 1 കിലോമീറ്ററോളം അങ്ങോട്ട് പിന്നെയും ഉണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ലല്ലോ. 6:45. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് യാത്രയാവുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.